കേരളത്തിൽ ക്രിസ്ത്യാനികളെ ബി ജെ പി ആക്കി മാറ്റുന്ന സമയത്ത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കാർ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. കന്യാസ്ത്രീകളെ വരെ അവർ വെറുതെ വിടുന്നില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് സാധ്യതയുണ്ടോ അവിടെയൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആയിരിക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഓരോ കോർപ്പറേഷനിലും അവരിങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ കോർപ്പറേഷനുകളും ക്രിസ്ത്യാനികൾക്ക് മേയറാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകും. മേയർ കസേര ക്രിസ്ത്യാനിക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രവർത്തനമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മാറിത്തീരും എന്നുള്ളതാണ്. ക്രിസ്ത്യാനിക്ക് വരം ക്രിസ്ത്യാനി, ഈഴവന് വരം ഈഴൻ, നായർക്ക് വരം നായർ, ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ മാത്രമുള്ള വലിയ തിരഞ്ഞെടുപ്പുകളായി നമ്മുടെ ചുറ്റുപാടുമുള്ള തിരഞ്ഞെടുപ്പുകൾ വളരെ വേഗത്തിൽ മാറിത്തീരാനുള്ള സാധ്യത ബി ജെ പിയുടെ ഈ ഒറ്റ തീരുമാനത്തിനുണ്ട്. നമസ്കാരം. കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഭാഗ്യവാന്മാർ. കാരണം പുതിയ തിരഞ്ഞെടുപ്പ് വാർത്തകൾ ക്രിസ്ത്യാനികൾക്കുള്ള കേരള ലോട്ടറി ടിക്കറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഇന്നത്തെ തീരുമാനം എന്ന് പറയുന്നത് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളതാണ്. മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്ന് തീരുമാനമെടുക്കുമ്പോൾ അത് ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ചും ഒരു മതത്തെ മാത്രം കണ്ടുകൊണ്ടും എടുക്കുന്ന തീരുമാനമാണ്. അത് ക്രൈസ്തവരാണ്. കാസ എന്ന് പറയുന്ന ക്രൈസ്തവരുടെ സംഘടനയ്ക്ക് വളരെ ആഹ്ലാദം പകരുന്നതായിട്ടുള്ളൊരു തീരുമാനമാണ്. എവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് സാധ്യതയുണ്ടോ അവിടെയൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആയിരിക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ബി ജെ പി രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്, ക്രിസ്ത്യാനികളെ ബി ജെ പിക്കാരാക്കി മാറ്റുക എന്നുള്ളത്. കേരളത്തിൽ ക്രിസ്ത്യാനികളെ ബി ജെ പി ആക്കി മാറ്റുന്ന സമയത്ത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്കാർ ക്രിസ്ത്യാനികളെ ഓടിച്ചിട്ടടിക്കുകയാണ് ചെയ്യുന്നത്. കന്യാസ്ത്രീകളെ വരെ അവർ വെറുതെ വിടുന്നില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സ്വർഗത്തുള്ള ക്രിസ്ത്യാനികളാണ് എന്ന് ക്രിസ്ത്യാനികൾ തന്നെ ധരിച്ച് വശായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. മാതാവിനെ ഉപകാരസ്മരണയായിട്ട് പലതും സമർപ്പിക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കപ്പെടണം എന്നത് ബി ജെ പിയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷൻ അവിടുത്തെ മേയർ ബി ജെ പിയുടെ മേയറായിരിക്കും, അതൊരു ക്രിസ്ത്യാനി ആയിരിക്കും എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ബി ജെ പി തൃശ്ശൂർ മേയർ ക്രിസ്ത്യാനിയാക്കി നടന്നാൽ പിന്നീട് കോൺഗ്രസിനും അതുപോലെ സി പി എമ്മിനുമൊക്കെ ക്രിസ്ത്യാനി അല്ലാതെ മറ്റാരെയാണ് പിന്നെ അവിടെ മേയറാക്കി മാറ്റാനായിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, തൃശ്ശൂരിൽ ക്രിസ്ത്യാനി ആയിരിക്കും മേയർ എന്നുള്ളത്. ഇത് ഓരോ കോർപ്പറേഷനിലും അവരിങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ കോർപ്പറേഷനുകളും ക്രിസ്ത്യാനികൾക്ക് മേയറാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാകും. മേയർ കസേര ക്രിസ്ത്യാനിക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് വെറുതെ തമാശക്ക് പറയുന്നതാണ് എന്ന് കരുതരുത്. ഒട്ടുമിക്ക ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി. കണ്ണൂരിലെ അവർ അയച്ചിരിക്കുന്ന സർക്കുലറിലെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് കുടിയേറ്റ മേഖല, ആ കുടിയേറ്റ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ നിലവിൽ കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിരവധി ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ബി ജെ പിയുടെ കണക്കൂട്ടിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തന്നെ കുറേ കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥികളൊക്കെ ബി ജെ പിയുടെ പ്രവർത്തകരായിട്ട് മാറത്തില്ല. അങ്ങനെ ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രവർത്തനമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മാറിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ, ബി ജെ പി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളുടെ എണ്ണം നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരിശോധിച്ചാൽ വളരെ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ വളരെ വളരെ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടില്ല. ബി ജെ പിയുടെ ബാനറിൽ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ആൾ പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബി ജെ പിക്കാരനാണ്. അങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ ബി ജെ പി ആയിട്ട് മാമോദീസം മുക്കാൻ കഴിയും എന്ന ഒരു ഗവേഷണത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു സർക്കുലറിലൂടെ മനസ്സിലാക്കുന്നത് എന്ന് വേണം. ഇനി അവരങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ട്, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചാൽ ഉടനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിന് പെട്ടെന്ന് ഹാലിളകും. അവരും ക്രിസ്ത്യാനികളെ അന്വേഷിച്ച് നടക്കും. അവർ ക്രിസ്ത്യാനി നിർത്തുക, ഇത് നമ്മൾക്ക് ക്രിസ്ത്യാനിയെ നിർത്താം. ഇങ്ങനെ ക്രിസ്ത്യാനിക്ക് വരം ക്രിസ്ത്യാനി, ഈഴവന് വരം ഈഴൻ, നായർക്ക് വരം നായർ, ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ മാത്രമുള്ള വലിയ തിരഞ്ഞെടുപ്പുകളായി നമ്മുടെ ചുറ്റുപാടുമുള്ള തിരഞ്ഞെടുപ്പുകൾ വളരെ വേഗത്തിൽ മാറിത്തീരാനുള്ള സാധ്യത ബി ജെ പിയുടെ ഈ ഒറ്റ തീരുമാനത്തിനുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. കാരണം അവർക്കൊറ്റ അജണ്ടയേ ഉള്ളൂ,
തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് വർഗീയവൽക്കരിക്കുന്നത്? തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല, അവരിടപെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വർഗീയവൽക്കരിക്കണം എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള കാഴ്ചപ്പാട്. അതിൽ ആർക്ക് എപ്പോൾ ഏത് തരത്തിൽ നേട്ടമുണ്ടാകുന്നു എന്നവരെ അന്വേഷിക്കുന്നില്ല. കുറേ കഴിയുന്ന സമയത്ത് അവർക്കറിയാം ഇതെല്ലാം കുളം കലക്കി വർഗീയ കാടിളക്കി വർഗീയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ വർഗീയത വെച്ച് വോട്ട് ടാപ്പ് ചെയ്യാനും അധികാരത്തിലെത്തിച്ചേരാൻ കഴിയും എന്ന ദീർഘകാല അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ച ഇത് BJP-യിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല. അത് LDF-ലേക്കും UDF-ലേക്കും ഒക്കെ പടർന്ന് ഒരുതരം ക്രിസ്ത്യൻ മാസ്മരികത ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളെയും സ്വാധീനിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.